ദുബായ് നഗരത്തിലൂടെ ഡ്രൈവറില്ലാ വാഹനത്തിൽ ഒരു യാത്ര കേൾക്കുമ്പോൾ കുറച്ചൊരു കൗതുകവും ആശങ്കയും ഒക്കെ തോന്നുമെങ്കിലും ഇത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 50 വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഇത്തരമൊരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം. ദുബായിലെ ജുമൈറ പള്ളിയുടെ സമീപത്തു നിന്നുമാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഈ വാഹനത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോളോ ഗോ. ഇത്തരത്തിലുള്ള 1000-ഓളം വാഹനങ്ങളാണ് ദുബായ് നഗരത്തിൽ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. ഏതായാലും വാഹനത്തിലെ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ളിലെ സൗകര്യങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് കാണാം. ഡ്രൈവറില്ല വാഹനത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതിന് പാസ്കോഡ് ഉണ്ട്. പാസ്കോഡ് ഉള്ള സമയത്ത് അത് കൊടുക്കുമ്പോൾ ഡോർ സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ ഡോർ ഓപ്പൺ ആവുന്നത്. രണ്ട് സീറ്റുകളാണ് ഉള്ളിലുള്ളത്. യാത്രക്കാർക്ക് ഇരിക്കാവുന്ന 2 സീറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ ആളുണ്ട്. അവിടെയും ഒരു സീറ്റുണ്ട്. മൊത്തം 4 സീറ്റുകളാണ് ഇതിലുള്ളത്. നമുക്ക് യാത്രക്കാർക്ക് ബാക്കിലിരിക്കാം. അതോടൊപ്പം തന്നെ ഡ്രൈവർക്ക് ഇപ്പോൾ സേഫ്റ്റി സുരക്ഷയുടെ ഭാഗമായി ഡ്രൈവർ സീറ്റിലുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു സീറ്റുമുണ്ട്. ചിലപ്പോൾ ഇതിൽ 3 സീറ്റുകളാണ് ഉണ്ടാകുക. ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ടാകും, ബാക്കിൽ 2 സീറ്റും. അങ്ങനെ 3 സീറ്റുകളാണ് ചിലപ്പോൾ ഉണ്ടാവുക. ആഡംബരത്തിന്റെ കാര്യത്തിൽ അവസാന വാക്കെന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് സ്പേഷ്യസ് ആണ്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ LED സ്ക്രീൻ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങളും ബാക്ക് സീറ്റിലുമുണ്ട്. ഇത്രയും സമയം നമ്മൾ മുഹമ്മദിനൊപ്പം യാത്ര ചെയ്തു. മുഹമ്മദ് വണ്ടി ഓടിച്ചു. ഇനി നമ്മൾ ഓട്ടോണമസ് മോഡിലേക്ക് മാറുകയാണ്. ഡ്രൈവർ ഇല്ലാത്ത അല്ലെങ്കിൽ മുഹമ്മദ് ഒന്നും ഇന്റർഫിയർ ചെയ്യാതെ വണ്ടി കൃത്യമായ ട്രാക്കിലൂടെ പോകുന്നു. നമുക്ക് കാണാം. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ് ഇത്. ദുബായ് നഗരത്തിലൂടെ ഡ്രൈവറുടെ ഇടപെടലില്ലാതെ നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നു. നമ്മുടെ മറ്റു ട്രാക്കിലുള്ള വാഹനത്തെ നമുക്ക് കാണാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വാഹനം സ്വയം നിയന്ത്രിക്കുന്നത്. നമുക്ക് യു ടേൺ എടുക്കണം. അതുകൊണ്ട് അടുത്ത ട്രാക്കിലേക്ക് വണ്ടി മാറി. ഏറ്റവും സുഖകരമായിട്ടുള്ള യാത്ര, ഇതുപോലെ പുറംകാഴ്ചകളൊക്കെ കണ്ടുള്ള യാത്ര. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ സുരക്ഷ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. So right now we have tested over 4.5 months and we put 50 cars in different regions in Dubai to do the frequency daily trail testing. Yeah, that's the current status. ഡ്രൈവറില്ല വാഹനത്തിൽ നമ്മുടെ യാത്ര പൂർത്തിയായി. ഏതാണ്ട് 6 കിലോമീറ്ററാണ് നമ്മൾ സഞ്ചരിച്ചത്. 6 കിലോമീറ്ററിന് ശേഷം നമ്മൾ പുറപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ ജുമൈറ പള്ളിയുടെ അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു. വളരെ സുരക്ഷിതമായിട്ടുള്ള യാത്ര, വളരെ സന്തോഷകരമായിട്ടുള്ള യാത്ര, ജീവിതത്തിലെ വേറിട്ട ഒരനുഭവം. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.